Good afternoon. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon. Okay, now prayer പാടുന്നത് ഞാനാണ്. മിസ് ഇന്ന് നമ്മുടെ ഇൻഡിപെൻഡൻസ് ഡേ പ്രോഗ്രാം ആണ്. ആ. അപ്പൊ അങ്ങനെ സ്റ്റാർട്ട് ചെയ്യട്ടെ. സ്റ്റാർട്ട് ചെയ്തു. ഗുഡ് ആഫ്റ്റർനൂൺ ടു ഓൾ. എല്ലാവർക്കും നമസ്കാരം. ശുഭദിനം നേരുന്നു. നമ്മുടെ ഇന്ത്യ, നമ്മുടെ രാജ്യം വിദേശ ശക്തികളുടെ ആധിപത്യത്തിൽ നിന്നും സ്വതന്ത്രമായിട്ട് 78 വർഷം പിന്നിടുന്നു. നമുക്ക് എല്ലാവർക്കും അറിയാം 1947 ഓഗസ്റ്റ് 15 നമ്മുടെ രാജ്യം സ്വതന്ത്രമായി. 79ാം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്ന ഈ വേളയിൽ MT 10th ബാച്ചിന്റെ നേതൃത്വത്തിൽ അവതരിപ്പിക്കുന്ന ഒരു ഓൺലൈൻ ഇൻഡിപെൻഡൻസ് ഡേ പ്രോഗ്രാം ആണ് ഇന്നിവിടെ നടക്കുന്നത്. ആയതിലേക്ക് എത്രയും ബഹുമാനപ്പെട്ട നമ്മുടെ ടീച്ചർ മെൽറോസ് മാമിനെ ഞാൻ എൻ്റെ പേരിലും നമ്മുടെ ക്ലാസിന്റെ പേരിലും നമ്മുടെ ബാച്ചിന്റെ പേരിലും ഞാൻ സ്വാഗതം ചെയ്യുന്നു. പിന്നെ എൻ്റെ കൂട്ടുകാരാണ്. എൻ്റെ കൂട്ടുകാർ, നിങ്ങളെ ഞാൻ പ്രത്യേകിച്ച് സ്വാഗതം ചെയ്യേണ്ട കാര്യമില്ല. നിങ്ങൾ ഓരോരുത്തരുമാണ് ഈ പ്രോഗ്രാമിന്റെ കോർഡിനേറ്റേഴ്സ്. പിന്നെ ഒരു കാര്യം ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു, നമുക്ക് ലിമിറ്റഡ് സമയം മാത്രമാണുള്ളത്. ആയതിനാൽ നമ്മുടെ പരിപാടി വിജയകരമായി നടക്കാൻ വേണ്ടിയിട്ട് സമയബന്ധിതമായിട്ട് തന്നെ എല്ലാവരും അവരവരുടെ പ്രോഗ്രാം ചെയ്തു തീർക്കണമെന്ന് അപേക്ഷിക്കുന്നു. നെറ്റ്വർക്ക് ക്വാളിറ്റി എല്ലാം എല്ലാവരും ഉറപ്പാക്കുക. ഭാരതം എന്ന പേര് കേട്ടാൽ അഭിമാനപൂരിതമാകണം അന്തരംഗം എന്ന കവിവാചകം സ്മരിച്ചുകൊണ്ട് നമുക്ക് സ്വാതന്ത്ര്യം നേടിത്തരാൻ വേണ്ടി സ്വന്തം ജീവൻ ത്യജിച്ച ധീര രക്തസാക്ഷികളെ മനസ്സുകൊണ്ട് നമുക്ക് ഓർമ്മപ്പൂക്കൾ അർപ്പിച്ചുകൊണ്ട് നമ്മുടെ പരിപാടിയിലേക്ക് നമുക്ക് ആരംഭിക്കാം. ആദ്യമായി ഈശ്വര പ്രാർത്ഥനയ്ക്ക് വേണ്ടിയിട്ട് വിഷ്ണുപ്രിയയെ സ്വാഗതം ചെയ്യുന്നു. Thank you. ആലന്തയാലുവായി ദാക്ഷിണ്യശാലിയായി വാഴുന്നോരീശ്വരൻ തിരുനാമത്തിൽ നിഖില ലോകങ്ങൾക്കുമേകരക്ഷകനാകും അഖിലേശ്വരനല്ലയോ സകല സ്തുതിയും. അഖിലേശ്വരനല്ലയോ സകല സ്തുതിയും. പരമകാരുണ്യവാൻ കരുണാനിധി പറയാം ദിവസത്തിനേകാധി ശിവനെ നിയതമാരാധിപ്പൂ ഞങ്ങളങ്ങേ സതതം സഹായമത്തിപ്പതും തിരുമ്പി നയിക്കേണം. നേരായ മാർഗത്തിൽ നിന്നക്ഷണ്യശാലിയ വാഴുന്നോരീശ്വരൻ തിരുനാമത്തിൽ നിഖില ലോകങ്ങൾക്കുമേകരക്ഷകനാകും അഖിലേശ്വരനല്ലയോ സകല സ്തുതിയും. അഖിലേശ്വരനല്ലയോ സകല സ്തുതിയും. അഖിലേശ്വരനല്ലയോ സകല സ്തുതിയും. താങ്ക് യു വിഷ്ണുപ്രിയ. അടുത്തതായി വെൽക്കം സ്പീച്ചുമായി കൃഷ്ണപ്രിയ. Good morning, everyone. Respected my dear teacher, Miltos ma'am, and all my dear friends. My name is Krishnapriya. I wish all very happy Independence Day. It's my pleasure to deliver a welcome speech on this day. As we know, August 15th is the most important day in India's history. Today we are celebrating 79th National Independence Day of India. India became independent on 15th August 1947 from a cruel British rule. The independence we got a result of lot of sacrifice and struggles of our great freedom fighters like Bhagat Singh, Subhash Chandra Bose, Mahatma Gandhi. Today we are fountained that we are born in our independent country and we have our own fundamental rights. On this day, the Prime Minister hoists the national flag at the Indian Red Fort in Old Delhi, and the national flag is hoisted in every public places. We celebrate this day by singing patriotic songs, perform cultural activities, and sharing sweets. I am proud to be an Indian, and I love my country very much. Thank you. Jai Hind, Jai Bharat. Happy Independence Day.
താങ്ക് യു കൃഷ്ണപ്രിയ. അടുത്തതായി നാഷണൽ പ്ലഡ്ജ് ആഷ്മി. Pledge. India is my country. All Indians are my brothers and sisters. I love my country I love and my I am country and I am proud of it. proud of it. Rich and varied heritage. Rich and varied heritage. I shall always I shall always try to be try to be worthy of it. worthy of it. I shall give my parents, I shall give my parents, teachers, teachers, and all elders and all elders respect respect and treat everyone and treat everyone with courtesy. with courtesy. To my country My country and my people, and my people, I pledge my devotion. I pledge my devotion. In their well-being Their well-being and prosperity alone and prosperity alone lies my happiness. is my happiness. Jai Hind. താങ്ക് യു ആഷ്മി. അടുത്തതായി വന്ദേമാതരം ആലപിക്കുന്നതിനായിട്ട് സിൽഷ നമ്മുടെ കൂടെ ചേരുന്നു. വന്ദേ മാതരം വന്ദേ മാതരം സുജലാം സുഫലാം മലയജ ശീതളാം സസ്യശ്യാമളാം മാതരം വന്ദേ മാതരം ശുഭ്ര ജ്യോത്സ്ന പുളകിതയാമിനി ബുല്ലകുസുമിത ദ്രുമതലശോഭിനി സുഹാസിനി സുമധുരഭാഷിണി സുഖദാം വരദാം മാതരം വന്ദേ മാതരം വന്ദേ മാതരം. താങ്ക് യു. താങ്ക് യു സിൽഷ. അടുത്തതായി ഒരു ദേശഭക്തി ഗാനവുമായിട്ട് ഷെഫീന. Good afternoon and happy Independence Day, everyone. As we celebrate the 78th Independence Day of our beloved nation, let's come together to sing a patriotic song echoes the spirit of freedom and unity. Ende Bharatam. ഇതെന്റെ രാജ്യം, ഇതെന്റെ മാതൃരാജ്യം, ഞാൻ പിറന്ന മണ്ണെനിക്ക് സ്വർഗരാജ്യം, മതേതരത്വ ചിന്തയാൽ പുണർന്നേറും പൈതൃക നാടിലല്ലോ എന്റെ രാജ്യം. ഷഫീന കേക്കുന്നില്ല. നെറ്റ് ബ്രേക്ക് ആയിപ്പോയെന്ന് തോന്നുന്നു. അടുത്ത പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യട്ടെ മിസ്സേ. അടുത്തതായിട്ട് സ്പീച്ച് അബൌട്ട് എ ഫ്രീഡം ഫൈറ്റർ സുജിത. Okay. Thank you giving me an opportunity to present a speech. ബഹുമാനപ്പെട്ട ടീച്ചേഴ്സ് ആൻഡ് മൈ ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് ഭാരതത്തിന്റെ സ്വാതന്ത്ര്യ സമരത്തിലെ മഹത്തായ വീരന്മാരിൽ ഒരാളായ ശ്രീ ഭഗത് സിംഗിനെ കുറിച്ചാണ്. ഭഗത് സിംഗ് 1907 സെപ്റ്റംബർ 28 പഞ്ചാബിൽ ജനിച്ചു. ബാല്യത്തിലെ കാർത്താർ സിംഗ് ഭാരത, ലാലാ ലജ്പത് റോയ് തുടങ്ങി സ്വാതന്ത്ര്യ സമര സേനാനികളുടെ ത്യാഗം അദ്ദേഹത്തെ ഏറെ സ്വാധീനിച്ചു. അപേക്ഷകളിലൂടെയോ പ്രാർത്ഥനകളിലൂടെ മാത്രമല്ല, ധൈര്യവും ത്യാഗവും കൊണ്ടാണ് സ്വാതന്ത്ര്യം നേടാൻ കഴിയുക എന്നത് ഭഗത് സിംഗ് വിശ്വസിച്ചു. അദ്ദേഹം ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക് അസോസിയേഷൻ ചേർന്നു. വാക്കുകളാലും പ്രവൃത്തികളാലും ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ പോരാടി.
സ്വന്തം ലാഭത്തിനല്ല, ഉറങ്ങിക്കിടക്കുന്ന ഭാരതത്തിന്റെ ആത്മാവിനെ ഉണർത്താനാണ് അദ്ദേഹം വിപ്ലവ പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്തത്. 1929 ബടുകേശ്വർ ദത്തിനൊപ്പം അദ്ദേഹം മധ്യ നിയമസഭയിൽ സ്ഫോടനം നടത്തി. അതിന്റെ ഉദ്ദേശ്യം ആരെയും കൊല്ലുക അല്ല, പക്ഷേ ബധിരനായ ബ്രിട്ടീഷ് ഭരണകൂടം ഇന്ത്യൻ ജനങ്ങളുടെ സ്വരം കേൾക്കണമെന്നായിരുന്നു. അതിനുശേഷം അദ്ദേഹം ലോകപ്രസിദ്ധമായ മുദ്രാവാക്യം വിളിച്ചു, ഇൻഖിലാബ് സിന്ദാബാദ്, വിപ്ലവം ജയിക്കട്ടെ. ജയിൽവാസത്തിലും അദ്ദേഹം തടവുകാരോടുള്ള അനീതിക്കെതിരെ സമരം ചെയ്തു. 116 ദിവസം നീണ്ട ഉപവാസ സമരം നടത്തി. നീതിക്കായുള്ള തന്റെ അതുല്യമായ മനോബലം ലോകത്തിനു മുന്നിൽ തെളിയിച്ചു. വെറും 23-ാം വയസ്സിൽ 1931 മാർച്ച് 23-ന് ഭഗത് സിംഗ് രാജ്ഗുരുവിനോടും സദ്ഗുരുദേവിനോടൊപ്പം ബ്രിട്ടീഷുകാരാൽ തൂക്കിലേറ്റപ്പെട്ടു. അദ്ദേഹത്തിന്റെ വീരമരണം ലക്ഷക്കണക്കിന് ഭാരതീയരുടെ ഹൃദയങ്ങളിൽ സ്വാതന്ത്ര്യാഗ്നി തെളിയിച്ചു. സുഹൃത്തുക്കളെ, ഭഗത് സിംഗിന്റെ ജീവിതം നന്മ, ധൈര്യം, ത്യാഗം, രാഷ്ട്രസ്നേഹം എന്നീ മഹത്തായ മൂല്യങ്ങൾ പഠിപ്പിക്കുന്നു. ചെറിയ ആയുസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, പക്ഷേ അദ്ദേഹത്തിന്റെ ചിന്തകളും വീരവും അദ്ദേഹത്തെ ഇന്ത്യൻ ചരിത്രത്തിൽ അമരനാക്കി. നമ്മൾ എല്ലായ്പ്പോഴും അദ്ദേഹത്തിന്റെ വാക്കുകൾ ഓർക്കുകയും ശക്തവും സ്വാതന്ത്ര്യവുമായ നീതിയുള്ള ഭാരതത്തിന്റെ സ്വപ്നം മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യണം. ജയ് ഹിന്ദ്, ഇൻക്വിലാബ് സിന്ദാബാദ്. താങ്ക് യു. താങ്ക് യു സുജിത, വളരെ നല്ലൊരു സ്പീച്ച് കാഴ്ചവെച്ചതിന്. അടുത്തതായിട്ട് അമീഷയാണ് ഒരു ദേശഭക്തി ഗാനവുമായി. മാം കേക്കാവോ? കേൾക്കാം. ഓക്കെ. ജന്മകാരിണി ഭാരതം കർമ്മവേദി ഭാരതം നമ്മളാം ജനകൂടിതം അമ്മയാക്കിയ ഭാരതം ജന്മകാരിണി ഭാരതം. തലയിൽ മഞ്ഞളി മാവല ചൂടിയ തങ്കക്കിരീടവും ഉടലിൽ സസ്യശ്യാമള ശക്വല കോമള കഞ്ചുകം കഴുത്തിൽ ഞാനാ നദികൾ ചാർത്തിയ പൊന്നണി മാലകളും കാണുക കാണുക ജന്മഭൂമിനി കോമല മനമേനി ജന്മകാരിണി ഭാരതം കർമ്മമേദിനി ഭാരതം നാനാ ഭാഷകളും പൊഴിയും നാവും പുഞ്ചിരിയും നാനാ ദേശക്കാരുടെ നാനാ വേഷത്തിനുള്ളിയും വീരപുരാതന സംസ്കാരത്തിനോടും മണ്ണും പാരിൽ ശാന്തി വളർത്തും വൃത്തിയും അമ്മതൻ നേട്ടം ജന്മകാരിണി ഭാരതം കർമ്മമേദി ഭാരതം നമ്മളാം ജനകൂടിതം അമ്മയാക്കിയ ഭാരതം നമ്മളാം ജനകൂടിതം അമ്മയാക്കിയ ഭാരതം ജന്മകാരിണി ഭാരതം കർമ്മമേദിനി ഭാരതം. താങ്ക് യു. താങ്ക് യു അമീഷ. അടുത്തതായി ഇൻഡിപെൻഡൻസ് ഡേ സ്പീച്ചുമായി നമ്മുടെ കൂടെ ചേരുന്നു ആര്യ. ഗുഡ് മോർണിംഗ് മാം, ഗുഡ് മോർണിംഗ് എവരിവൺ. എല്ലാവർക്കും എൻ്റെ പ്രിയപ്പെട്ട സ്വാതന്ത്ര്യ ദിനാശംസകൾ. ഇന്ന് നാം ആഘോഷിക്കുന്നത് നമ്മുടെ മഹത്തായ സ്വാതന്ത്ര്യദിനം. 1947 നേടിയ സ്വാതന്ത്ര്യം എത്രയോ സ്വപ്നങ്ങളും പോരാട്ടങ്ങളും ത്യാഗങ്ങളും ചേർന്ന് നേടിയതാണ്. അനവധി സ്വാതന്ത്ര്യ സമര സേനാനികൾ ധൈര്യത്തോടും വിശ്വാസത്തോടും കൂടിയാണ് രാജ്യത്തിന്റെ ഭാവി നമ്മെ ഏൽപ്പിച്ചത്. പക്ഷേ സ്വാതന്ത്ര്യം കൊടിയുയർത്തുന്നതിനാലോ ചരിത്രം ഓർത്തെടുക്കുന്നതിനാലോ മാത്രം ഒതുങ്ങുന്നില്ല. സ്വാതന്ത്ര്യം ഒരു ഉത്തരവാദിത്തമാണ്. നല്ല പഠനം നടത്തുകയും കഠിനാധ്വാനം ചെയ്യുകയും അന്യരെ മാനിക്കുകയും അഴിമതിയെയും അനീതിയെയും നേരിടുകയും ചെയ്യുന്നതിനാലാണ് യഥാർത്ഥ സ്വാതന്ത്ര്യം. സുഹൃത്തുക്കളെ, ഇന്ന് നമ്മൾ ഓരോരുത്തരും നമ്മോട് തന്നെ ചോദിക്കണം, ഞാൻ എൻ്റെ രാജ്യത്തിന് വേണ്ടി എന്താണ് ചെയ്യുന്നത്? കാരണം ഇന്ത്യയുടെ പുരോഗതി നേതാക്കളിലോ സൈനികരിലോ മാത്രം ആശ്രയിക്കുന്നില്ല, നമ്മുടെ ഓരോരുത്തരിലും കൂടി ആശ്രയിക്കുന്നു. നമ്മുടെ വലിയ സ്വപ്നങ്ങളും കഠിനാധ്വാനവും ഐക്യവും ചേർന്നാൽ മാത്രമേ നമുക്കൊരു ശക്തവും പ്രകാശവുമുള്ള ഭാരതം നിർമ്മിക്കാൻ കഴിയൂ. ഈ സ്വാതന്ത്ര്യ ദിനത്തിൽ നമ്മൾ എല്ലാവരും ഒരുമിച്ച് പ്രതിജ്ഞ ചെയ്യുക. ഞങ്ങൾ ഉത്തരവാദിത്തമുള്ള പൗരന്മാരാകും, ഭയമില്ലാത്ത സ്വപ്ന സാക്ഷാത്കാരികളാകും, അഭിമാനത്തോടെ ഇന്ത്യനാവും. ജയ് ഹിന്ദ്.
താങ്ക് യു ആര്യ. നമ്മളെ എല്ലാവരും ചിന്തിപ്പിക്കുന്ന ഒരു സ്പീച്ച് ആയിരുന്നു ആര്യയുടേത്. അടുത്തതായിട്ട് ഒരു സോങ്ങുമായിട്ട് സുജിത. പോരാ പോരാ നാളിൽ നാളിൽ എന്ന ഗാനമാണ് ഞാൻ ഇന്നിവിടെ അവതരിപ്പിക്കുന്നത്. ശ്രീ വള്ളത്തോൾ നാരായണ മേനോൻ എഴുതിയ ഒരു ദേശഭക്തി ഗാനമാണിത്. 1923 ജൂലൈ 5 മാതൃഭൂമിയിലാണ് ഈ ഗാനം ആദ്യമായി പ്രസിദ്ധീകരിച്ചത്. സ്വാതന്ത്ര്യ സമരത്തിന് ശക്തി പകർന്ന ഈ ഗാനം കേരളത്തിലെ പോലും സ്വാതന്ത്ര്യ സമര ഭക്തന്മാർക്കിടയിൽ അന്നത്തെ കാലത്ത് പ്രചാരത്തിലുണ്ടായിരുന്ന ഒരു ഗാനമാണ്. നിങ്ങൾക്ക് മുമ്പിൽ അത് ഞാനിന്ന് ഇവിടെ അവതരിപ്പിക്കുന്നു. പോരാ പോരാ നാളിൽ നാളിൽ ദൂര ദൂരമുയരട്ടെ ഭാരതക്ഷ്മാദേവിയുടെ തൃപ്പതകകൾ. പോരാ പോരാ നാളിൽ നാളിൽ ദൂര ദൂരമുയരട്ടെ ഭാരതക്ഷ്മാദേവിയുടെ തൃപ്പതകകൾ. ആകാശപ്പൊയ്കേൽ പുതുതാകും അലയിളകട്ടെ ലോകബന്ധുഗതിക്കുറ്റ മാർഗം കാട്ടട്ടെ മാർഗം കാട്ടട്ടെ. ഏകീഭവിച്ചൊരുങ്ങുകിങ്ങേ ഗോദര ജാതർ നമ്മൾ ഏകീഭവിച്ചൊരുങ്ങുകിങ്ങേ ഗോദര ജാതർ നമ്മൾ കൈ കഴുകി തുടയ്ക്കുകി കൊടിയെടുക്കാൻ കൈ കഴുകി തുടയ്ക്കുകി കൊടിയെടുക്കാൻ. നമ്മൾ നൂറ്റ നൂല് കൊണ്ട് നമ്മൾ നെയ്ത വസ്ത്രം കൊണ്ട് നിർമ്മിതമീത നീതിക്കൊരന്ത്യാവരണം. നമ്മൾ നൂറ്റ നൂല് കൊണ്ട് നമ്മൾ നെയ്ത വസ്ത്രം കൊണ്ട് നിർമ്മിതമീത നീതിക്കൊരന്ത്യാവരണം. കൃത്യസ്ഥരാം നമ്മുടെ ഈ നിത്യസ്വാതന്ത്ര്യ താലത സത്യക്കൊടി മരത്തിന്മേൽ സംശോഭിക്കട്ടെ സത്യക്കൊടി മരത്തിന്മേൽ സംശോഭിക്കട്ടെ. പോരാ പോരാ നാളിൽ നാളിൽ ദൂര ദൂരമുയരട്ടെ ഭാരതക്ഷ്മാദേവിയുടെ തൃപ്പതകകൾ ഭാരതക്ഷ്മാദേവിയുടെ തൃപ്പതകകൾ. താങ്ക് യു. താങ്ക് യു സുജിത. അടുത്തതായി നമ്മളോട് ഒരു കഥ പറയാൻ വേണ്ടി എത്തുന്നു തസ്നീം. തസ്നീം ക്ലാസ്സിൽ കയറിയിട്ടുണ്ടോ? ഓക്കെ. അടുത്തതായിട്ട് മിസ് ഒരു വീഡിയോ പ്രസന്റേഷൻ ആണ്. നമ്മുടെ രാജ്യം എന്ന് പറയുന്നത് പലവിധ ജാതി മത സംസ്കാര ഭാഷകളുള്ള രാജ്യമാണ്. ഇപ്പം യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി എന്നാണ് നമ്മുടെ ഇന്ത്യയുടെ ഒരു പോളിസി തന്നെ. അപ്പൊ അതിലേക്കായിട്ട് ഞങ്ങള് ഒരു ചെറിയൊരു വീഡിയോ സെറ്റ് ആക്കിയിട്ടുണ്ട്. അത് പ്രസന്റ് ചെയ്യാം. ഞാൻ സ്ക്രീൻ ഒന്ന് ഷെയർ ചെയ്തോട്ടെ. സൗണ്ടില് എന്തെങ്കിലും ഡിസ്റ്റർബൻസ് വരാന്നെങ്കിൽ ക്ഷമിക്കണം. കാരണം എന്റെ ലാപ്പിന്റെ മൈക്ക് കേടാ. അപ്പൊ അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണം എല്ലാരും.
മിസ്, അടുത്തതായിട്ടൊരു ഡാൻസ് പെർഫോമൻസ് ആണ്. അത് നിമ്മിയുടേതാണ്. അത് ഞാൻ വീഡിയോ പ്രസന്റ് ചെയ്യാം. സൗണ്ടിന്റെ ഒരു പ്രശ്നമുണ്ട്. താങ്ക് യു മിസ്. സൗണ്ടിന്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അടുത്തതായിട്ട് ഒരു കന്നഡ സോങ്ങുമായിട്ട് എത്തുന്നു അങ്കിത. താങ്ക് യു രശ്മി. ഞാൻ വേണ്ട പറഞ്ഞിട്ടുണ്ടായി അതുണ്ട്. ഓക്കെ, കന്നഡ സോങ് ജസ്റ്റ് ഒരു 2-3 ലൈനേ ഇല്ലു. ಇದು ಭಾರತ ಇದು ಭಾರತಿ ಇದು ಬಾಳನು ಬೆಳಗುವರತಿ. ಇದು ಭಾರತ ಇದು ಭಾರತಿ ಇದು ಬಾಳನು ಬೆಳಗುವರತಿ. ಆರತಿ ನಮಗೀ ಹೊಲ ನೆಲ ಅನ್ನದ ಬಟ್ಟಲು ಲಲಲಲಲ ನಮಗೀ ಹೊಲ ನೆಲ ಅನ್ನದ ಬಟ್ಟಲು ಚಿನ್ನರಿಗಿದುವೆ ಚಿನ್ನದ ತೊಟ್ಟಿ ನಾಳೆಯ ಬದುಕಿನ ಬಾಗಿಲ ತಟ್ಟ ಗರಿಸ ಗರಿಸ. ಇದು ಭಾರತ ಇದು ಭಾರತಿ ಇದು ಬಾಳನು ಬೆಳಗುವರತಿ. ಇದು ಭಾರತ ಇದು ಭಾರತಿ ಇದು ಬಾಳ ಬೆಳಗುವರತಿ. ಥ್ಯಾಂಕ್ ಯು ಮ್ಯಾಮ್. ಥ್ಯಾಂಕ್ ಯು. അടുത്തതായിട്ട് ഒരു സോങ്ങുമായിട്ട് എത്തുന്നു അജിത. Good afternoon, Miss. Good afternoon, my friends. Our Miss. എൻ്റെ നാട് എൻ്റെ നാട് എൻ്റെ നാട് എൻ്റെ നാട് ഭാരതമാണ് എൻ്റെ നാട്. എൻ്റെ നാട് എൻ്റെ നാട് എൻ്റെ നാട് ഭാരതമാണ് എൻ്റെ നാട്. പെറ്റമ്മയാണ് എൻ്റെ നാട് എല്ലാരെയും ഒന്ന് തലോടുന്ന നാട്. പെറ്റമ്മയാണ് എൻ്റെ നാട് എല്ലാരെയും ഒന്നായി തലോടുന്ന നാട്. എൻ്റെ നാട് എൻ്റെ നാട് എൻ്റെ നാട് ഭാരതമാണ് എൻ്റെ നാട്. അങ്ങങ്ങ് ദൂരെ ആകാശത്തു കാണുന്നു നമ്മുടെ 3 നിറക്കൊടികൾ. അങ്ങങ്ങ് ദൂരെ ആകാശത്തു കാണുന്നു നമ്മുടെ 3 നിറക്കൊടികൾ. എൻ്റെ പതാക
പതാകയാണെന്റെ ജീവൻ ഭാരതമെന്നഭിമാനം. എന്റെ പതാകയാണെന്റെ ജീവൻ ഭാരതമെന്നഭിമാനം. എന്റെ നാട് എന്റെ നാട് എന്റെ നാട് ഭാരതമാണെന്റെ നാട്. എന്റെ നാട് എന്റെ നാട് എന്റെ നാട് ഭാരതമാണെന്റെ നാട്. മഴയുള്ള വെയിലുള്ള മഞ്ഞുള്ള നാട് പാടും കിളിയുള്ള നാട്. മഴയുള്ള വെയിലുള്ള മഞ്ഞുള്ള നാട് പാടും കിളിയുള്ള നാട്. എന്റെ നാട് എന്റെ നാട് എന്റെ നാട് ഭാരതമാണെന്റെ നാട്. എന്റെ നാട് എന്റെ നാട് എന്റെ നാട് ഭാരതമാണെന്റെ നാട്. ഒരുമയോടൊരുമിച്ചു വാഴുന്ന നാട് ഭാരതമാണെന്റെ നാട്. ഒരുമയോടൊരുമിച്ചു വാഴുന്ന നാട് ഭാരതമാണെന്റെ നാട്. എന്റെ നാട് എന്റെ നാട് എന്റെ നാട് ഭാരതമാണെന്റെ നാട്. എന്റെ നാട് എന്റെ നാട് എന്റെ നാട് ഭാരതമാണെന്റെ നാട്. താങ്ക് യു. താങ്ക് യു അജിത. അടുത്തതായിട്ട് ഒരു ഇൻഡിപെൻഡൻസ് ഡേ ക്വിസ് പ്രോഗ്രാം ആണ്. അത് അവതരിപ്പിക്കാൻ വേണ്ടിയിട്ട് മുംതാസിനെയും സുജിതയെയും ക്ഷണിക്കുന്നു. ഹായ്, ഗുഡ് ആഫ്റ്റർനൂൺ മാം. ചോദിച്ചോട്ടെ, മഹാത്മാഗാന്ധിയുടെ ജനനം എപ്പോൾ? ആരെങ്കിലും അറിയുന്നുണ്ടോ? 1869 ഒക്ടോബർ 2 ഗുജറാത്തിലെ പോർബന്ദർ. അതെ, കറക്റ്റ്. സാരേ ജഹാൻ സെ അച്ഛ എന്ന് തുടങ്ങുന്ന ദേശഭക്തി ഗാനം രചിച്ചത് ആരാണ്? മുഹമ്മദ് ഇക്ബാൽ. അതെ. നമ്മുടെ അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്നത് ആര്? ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ. അതെ. ഇൻകിലാബ് സിന്ദാബാദ് എന്ന മുദ്രാവാക്യം ആദ്യമായി മുഴക്കിയത് ആരാണ്? ഭഗത് സിംഗ്. ഭഗത് സിംഗ്. ഓക്കെ. ഗാന്ധിജിയെ വെടിവെച്ച് കൊന്നതാര്? നാഥുറാം വിനായക് ഗോഡ്സെ. ഓക്കെ. ഗാന്ധിജി കൊല്ലപ്പെട്ട വർഷം? 1948. മാസം അറിയോ? ജനുവരി 30. ജനുവരി 30. ജാലിയൻ വാലാബാഗ് കൂട്ടത്തിൽ ഉത്തരവിട്ട ഒരു പട്ടാള മേധാവി അതാര്? മേജർ റെജിനാൾഡ് ഡയർ. ജനറൽ ഡയർ. ഓക്കെ. മഹാത്മാഗാന്ധി ലാസ്റ്റത്താണ്. രാഷ്ട്രപിതാവ് എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? രവീന്ദ്രനാഥ് ടാഗോർ. രാഷ്ട്രപിതാവ് എന്ന് ഗാന്ധിജിയെ വിശേഷിപ്പിച്ചത് ആരാണ്? സുഭാഷ് ചന്ദ്രബോസ്. അതെ. താങ്ക് യു മാം. സോറി. അടുത്തത് ഞാൻ ചോദിക്കാം. 1907 ജർമ്മനിയിൽ ഇന്ത്യൻ ദേശീയ പതാക ഉയർത്തിയ ആദ്യ ഇന്ത്യക്കാരൻ? നേരായിട്ടും അറിയുന്നില്ല. ഓക്കെ, ഉത്തരം ഞാൻ പറയാം. മാഡം ബിക്കാജി ഗാമ. അടുത്തത് 1906 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപകൽപ്പന ചെയ്ത പതാകയുടെ യഥാർത്ഥ പേര് എന്തായിരുന്നു? 1906 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപകൽപ്പന ചെയ്ത പതാകയുടെ യഥാർത്ഥ പേര് എന്തായിരുന്നു? ആൻസർ പറയട്ടെ. കൊൽക്കത്ത പതാക. ദ കൽക്കട്ട ഫ്ലാഗ്. കൽക്കട്ട ഫ്ലാഗ്. അതില് മറ്റേ ഇത് ഈവൻ നമ്മളെ ഇന്ത്യൻ ഫ്ലാഗിന്റെ ഡിസൈനും ചേഞ്ച് ഉണ്ടായല്ലോ. അപ്പൊ അതെ, ഫസ്റ്റ് 1906. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. പഞ്ചാബ് സിംഹം എന്നറിയപ്പെടുന്ന ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര സേനാനി? ഭഗത് Who was the Indian freedom fighter known as the Lion of Punjab?
ഭഗത് സിംഗ്. അല്ല. യെസ് ലാലാ ലജിത് റായ് ആണ് ആൻസർ. മാം ആൻസർ പറഞ്ഞ മാം ഞമ്മ പ്രോഗ്രാം കണ്ടക്ട് ചെയ്ത് മാമൊക്കെ ക്വസ്റ്റ്യൻ ചോദിക്കാം. അടുത്ത ക്വസ്റ്റ്യൻ ഒരു 3 ക്വസ്റ്റ്യനും കൂടെ ഉണ്ട്. Who was the last viceroy of India? മൗണ്ട് ബാറ്റൺ ആണോ? അല്ല, മൗണ്ട് ബാറ്റൺ കറക്റ്റ് ആൻസർ. അതെ. 1947 ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്നും സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? 1947 ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ആന്ധ്രാപ്രദേശ്. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഇല്ല. ആന്ധ്രാപ്രദേശ് ആദ്യം സംസ്ഥാന അടിസ്ഥാനത്തിൽ രൂപം കൊണ്ട ആദ്യ സംസ്ഥാനമാണ്. ഇതിനൊരു ആൻസർ ഇല്ല, കാരണം ഇന്ത്യക്ക് മൊത്തമായിട്ടാണ് സ്വാതന്ത്ര്യം നേടിയത്. ഒരു ക്വസ്റ്റ്യനും കൂടെ. വാട്ട് ഈസ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് ദ മിഡ് നൈറ്റ് അവർ ഓൺ ഓഗസ്റ്റ് 15, 1947? 1947 ഓഗസ്റ്റ് 15 അർദ്ധരാത്രി മണിക്കൂറിന്റെ പ്രാധാന്യം എന്താണ്? അതെ. ഓക്കെ, താങ്ക് യു. പക്ഷെ അത് നമുക്ക് 14 അർദ്ധരാത്രി എന്ന് പറയേണ്ടി വരും. ഓഗസ്റ്റ് 14 അർദ്ധരാത്രിയിലാണ് ശരിക്കും 12 മണിക്കാണ് സ്വതന്ത്രം ആയത്. അതെ. ചെറിയൊരു മിസ്റ്റേക്ക്. ഓക്കെ, താങ്ക് യു. താങ്ക് യു സുജിത ആൻഡ് മുംതാസ്. അടുത്തതായിട്ട് ഒരു സോങ്ങുമായിട്ട് എത്തുന്നു നൂറിഷ. Good afternoon, ma'am. Good afternoon, my dear friends. ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യ ദിനം ആണല്ലോ. ഭാരത മക്കൾ നമ്മൾക്കിന്ന് അഭിമാനത്തിൻ ദിനമല്ലോ. ഗാന്ധിജി, നെഹ്റുജി, നേതാജി, ആയിരം ധീരന്മാർ അടിമച്ചങ്ങല പൊട്ടിച്ച സ്വാതന്ത്ര്യ ദിനം ഇന്നല്ലോ. ഗാന്ധിജി, നെഹ്റുജി, നേതാജി, ആയിരം ധീരന്മാർ അടിമച്ചങ്ങല പൊട്ടിച്ച സ്വാതന്ത്ര്യ ദിനം ഇന്നല്ലോ. ആദരവോടെ സ്മരിക്കണം ധീരജവാന്മാരെ നമ്മൾ. മൂവർണ്ണക്കൊടി പാറിക്കാം ഭാരതമാതാ ജയിക്കട്ടെ. മൂവർണ്ണക്കൊടി പാറിക്കാം ഭാരതമാത ജയിക്കട്ടെ. ഭാരതമാത ജയിക്കട്ടെ. താങ്ക് യു. താങ്ക് യു നൂറിഷ. അടുത്തതായിട്ട് പാട്ട് പാടാൻ ഒരു സോങ്ങുമായിട്ട് എത്തുന്നു സജന ആൻഡ് ധന്യ. നാടിന്നുണരുന്നു ജയഗീതം പടരുന്നു. സ്വാതന്ത്ര്യ പുലരി പുതുജീവൻ പകരുന്നു. ഇടനെഞ്ചിൽ വേരോടും കനലാടും ഓർമ്മകളെ ചുടുമിഴി പൂക്കൾ കൊണ്ടിന്നേകാം അഭിവാദ്യങ്ങൾ. നമ്മളൊന്നെന്ന വാക്കാണെ ഭാരതാംബയ്ക്കു പ്രിയമേറെ കാത്തു രക്ഷിച്ചു മുന്നേറാം ഒന്നാണെ എല്ലാരും. നമ്മളൊന്നെന്ന വാക്കാണെ ഭാരതാംബയ്ക്കു പ്രിയമേറെ കാത്തു രക്ഷിച്ചു മുന്നേറാം ഒന്നാണെ എല്ലാരും. വന്ദേ മാതരം വന്ദേ മാതരം വന്ദേ മാതരം വന്ദേ മാതരം. നോവ് ചിങ്ങും ഈ പോർചരിതം ത്യാഗനിർഭരം വീർചരിതം. പോർനിലങ്ങളിൽ പോരടിച്ചവർ തന്നുപോയതീ സ്വാതന്ത്ര്യം. നോവ് ചിങ്ങും ഈ പോർചരിതം ത്യാഗനിർഭരം വീർചരിതം. പോർനിലങ്ങളിൽ പോരടിച്ചവർ തന്നുപോയതീ സ്വാതന്ത്ര്യം. സ്നേഹമുണങ്ങൾ മൂത്രവിടരുന്നൊരരിമനാടിത് കാത്തിടാം. വിഭജനത്തിന്റെ സ്വരമുയർത്തുന്ന കളകളെ മുളയിൽ ഉള്ളിടാം. നെഞ്ചേൽക്കാം മമ ഭാരതം. നാടിന്നുണരുന്നു ജയഗീതം പടരുന്നു. സ്വാതന്ത്ര്യ പുലരി പുതുജീവൻ പകരുന്നു.
ഇടനെഞ്ചിൽ വേരോടും കനലാടും ഓർമ്മകളെ ചുടുമിഴിനീർ പൂക്കൾ കൊണ്ടിന്നേ കാമവിവാദ്യങ്ങൾ നമ്മളെന്ന വാക്കാടെ ഭാരതാംബയ്ക്ക് പ്രിയമേറെ കാത്തുരക്ഷിച്ചു മുന്നേറാം നാളെ എല്ലാരും. വന്ദേ മാതരം വന്ദേ മാതരം വന്ദേ മാതരം വന്ദേ മാതരം. താങ്ക് യു. താങ്ക് യു സജന ആൻഡ് ധന്യ. അടുത്തതായിട്ട് ഞാൻ സാരജഹാസ്യ അച്ഛൻ പാടാൻ ശ്രമിക്കാം. അറിയാവുന്നവര് എന്റെ കൂടെ ചേരണേ. ഞാൻ അത്ര വലിയ പാട്ടുകാരിയൊന്നുമല്ല, സമയം ഉണ്ടായതുകൊണ്ട് മാത്രം. സാരേ ജഹാസെ അച്ഛാ ഹിന്ദുസിതാ ഹമാരാ, സാരേ ജഹാസെ അച്ഛാ हिंदुस्ता हमारा, हम बुलबुले हैं इसकी, ये गुलसिता हमारा हमारा, सारे जहां से अच्छा हिंदुस्ता हमारा. पर्वत वो सबसे ऊंचा, हम साया आसमां का, वो संदरी हमारा, वो पासबाम हमारा हमारा, सारे जहां से अच्छा हिंदुस्ता हमारा हमारा, सारे जहां से अच्छा. गोदी में खेलती है इसकी हजारों नदियां, गोदी में खेलती है इसकी हजारों नदियां, गुलशन है जिनके दम पर रश के जिनाम हमारा हमारा, सारे जहां से अच्छा हिंदुस्ता हमारा हमारा, सारे जहां से अच्छा. मशब नहीं सिखाता आपस में बैर रखना, मशब नहीं सिखाता आपस में बैर रखना, हिंदी है हम वतन है हिंदुस्तान हमारा हमारा, सारे जहां से अच्छा हिंदुस्ता हमारा हमारा, सारे जहां से अच्छा. हम बुलबुले हैं इसकी, ये गुलसिता हमारा हमारा, सारे जहां से अच्छा ഹിന്ദുസിതാ ഹമാരാ. താങ്ക് യു മിസ്. അടുത്തതായിട്ട് നമ്മൾ പ്രോഗ്രാമിന്റെ കൺക്ലൂഷൻ സ്പീച്ചിനായിട്ട് അങ്കിതയെ സ്വാഗതം ചെയ്യുന്നു. സോറി, ഇതൊന്നിച്ചിട്ട് താങ്ക് യു പറയാം. ഓക്കെ മാം, താങ്ക് യു മാം ഫോർ ദിസ് ഓപ്പർച്യൂണിറ്റി മാം. നമ്മള് ഇൻഡിപെൻഡൻസ് ഡേ കഴിഞ്ഞു, ബട്ട് ഇന്നത്തെ നാളെ നമുക്ക് ആയിട്ട് തന്നതുകൊണ്ട് താങ്ക് യു സോ മച്ച്. ആൻഡ് താങ്ക് യു രശ്മി ഫോർ ദ വണ്ടർഫുൾ കോൺട്രിബ്യൂഷൻ ആൻഡ് എംസിക്കും. And thank you Adira Kiran for the video editing and everything. And thank you for all the participants. ആരെല്ലാം ഇപ്പോ എന്തിലെല്ലാം പങ്കെടുത്തു അവർക്കെല്ലാവർക്കും നന്ദി. പിന്നെ അങ്ങനെ ഫോട്ടോസും ഞമ്മ ഈ ഇന്ത്യത്തിന്റെ സ്റ്റേറ്റിന് വേണ്ടിയിട്ട് എല്ലാരോടും ചോദിച്ചു. അപ്പൊ എല്ലാരും സപ്പോർട്ടായിട്ട് ചെയ്ത് തന്നു. അങ്ങനെ രശ്മിൻ്റെത് ഏകദേശം അധികം ഇല്ലത് രശ്മി തന്നെ ഏകദേശം എല്ലാം അവൾ തന്നെ ചെയ്തു. താങ്ക് യു രശ്മി once again. And thank you സുജിത, സജന, ധന്യ, മുംതാസ്, പിന്നെ അജിത, പിന്നെ അമീഷ, പിന്നെ ആരതെങ്കിലും പേര് വിട്ടിട്ട് പോയിട്ടുണ്ടെങ്കിൽ സോറി. കൃഷ്ണപ്രിയ, ശിൽസ, എല്ലാവർക്കും താങ്ക് യു. ആൻഡ് ലാസ്റ്റ് കൺക്ലൂഷൻ ഒരു ചെറുതായിട്ട് ഒരു സ്പീച്ച്. In conclusion, our Independence
program has been a journey of self-discovery, growth, and empowerment. We have learned to stand on our own feet, make our own decisions, and take responsibility for our lives. As we move forward, let's continue to support and upfill each other, celebrating our unique strength and talent. Today, we celebrate the sacrifice of our freedom fighter who fight for India's independence. We honor their courage, resilience, and vision. As we cherish our freedom, let's remember the struggle of our past and strive to build a bright future for ourselves and our nation. A big thank you to everyone who participate in this program, share their thoughts, and contributes to its success. Your enthusiasm, energy, and teamwork made it an unforgettable experience. Let's happy the lesson we have gained to our future endeavors and continue to grow as an individual and as a nation. Thank you and thank you all. Okay. മിസ്സിന്റെ നന്നായിട്ട് ഒരു അഭിപ്രായം. എന്താണ്? നാഷണൽ ആന്തത്തിന് മുമ്പ് മിസ്സിന്റെ അഭിപ്രായം. നന്നായിരുന്നു. ഞാൻ വിചാരിച്ച പോലെ ആയിരുന്നില്ല. ഒരു അനുഭവം ഉള്ളതുകൊണ്ട് നിങ്ങൾ ചെയ്യോ ഇല്ലയോ, പക്ഷെ ഞാൻ പറഞ്ഞതും ജസ്റ്റ് ഒന്ന് വിട്ടുപോയി. ഈ ആഴ്ച കഴിഞ്ഞല്ലോ, ഞാൻ കഴിഞ്ഞ ആഴ്ചയാണ് പറഞ്ഞത്. അപ്പൊ നിങ്ങള് ചെയ്യോ ഇല്ലയോ പെട്ടെന്ന് വിട്ടുപോയി. അപ്പൊ അതാണ് PDF ഒക്കെ ഇട്ടത്, എടുക്കാനായിട്ട് ക്ലാസ് എടുക്കാം, സെമിനാർ ആരംഭിക്കാം എന്നുള്ള രീതിയിലായിരുന്നു. നിങ്ങൾ പറഞ്ഞപ്പോഴാണ് അതൊന്ന് ഓർത്തത് മിസ്. പല കാര്യങ്ങളായിട്ട് ഇത്തിരി ബുദ്ധിമുട്ടായിരുന്നു. ഓക്കെ, നന്നായിരുന്നു കേട്ടോ. മിസ്സിന് സന്തോഷമായി. നല്ല പ്രോഗ്രാം ആയിരുന്നു. അതുപോലെ വീഡിയോസ്, പാട്ടുകള്, എന്തോരം കുട്ടികളാണ് നമ്മുടെ ഇടയിൽ പാടാനായിട്ട് പാട്ടുകാരികളായിട്ടുള്ളത് അല്ലെ. ഇപ്പൊ ഓണത്തിന് നമുക്ക് ഇതുപോലെ കളറാക്കണ്ടേ? ആക്ച്വലി ഇത് നമ്മളെ ലാസ്റ്റ് ടൈമിന്റെ മിസ്റ്റേക്കാ. അത് ഈലി പുനരാവർത്തിക്കുന്ന വേണ്ടാന്ന് ഞാൻ ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ട് അന്നത്തത്. അപ്പൊ രശ്മി പറഞ്ഞു ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് ക്ലാസ്സിൽ എന്താ ചെയ്യുന്നതെന്ന്. അപ്പൊ ലാസ്റ്റ് ഗ്രൂപ്പിൽ തന്നെ പറഞ്ഞു ലാസ്റ്റത്തെ ടൈമിന്റെ മാതിരി ആന്ന വേണ്ട, ഞമ്മക്ക് തന്നെ ക്ഷേമല്ലോ. ഇതും അല്ലെങ്കിൽ നമ്മളെ ഇൻഡിപെൻഡൻസ് ഞമ്മ ആരും പുറത്തു പോവില്ല, സെലിബ്രേറ്റ് വെക്കൂല. നമ്മളതൊരു ഓപ്പർച്യൂണിറ്റി, ഇതെന്തായാലും ഓപ്പർച്യൂണിറ്റി. സോ എല്ലാരോടും ചോദിച്ചു മിസ് ആക്കല്ലേ, മിസ് ആവുന്നത് വേണ്ട, മീൻസ് ഞമ്മക്ക് ഞമ്മന്നെ ഷെയിം ആക്കുന്ന വേണ്ടാന്ന് പറഞ്ഞിട്ട് അന്നത്തെ ദിവസം ഇന്ന് രാവിലെ വരെ എല്ലാരും ഇലന്നായി മാം. സോ ഫൈനലി നമ്മളെ പ്രോഗ്രാം നല്ലായിട്ട് എൻഡ് ചെയ്തു. അതൊരു സമാധാനം. താങ്ക് യു മാം ഓപ്പർച്യൂണിറ്റിക്ക് ആൻഡ് താങ്ക് യു എല്ലാവർക്കും. പിന്നെ ആരെല്ലാം പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടാ ടെൻഷൻ ആവില്ല. നെക്സ്റ്റ് പ്രോഗ്രാം അടിച്ചു പൊളിക്കാം. ഓണത്തിന് നമ്മൾ അടിച്ചു പൊളിക്കും കേട്ടോ. നമുക്ക് എല്ലാവർക്കും പാട്ടൊക്കെ പാടാം. ഓക്കെ, ഇന്നും ഞാൻ പ്രിപ്പയർ ഒന്നും ആയിട്ടില്ല. ഓണത്തിന് നമുക്ക് അടിച്ചു പൊളിക്കാം. പിന്നെ ഞാൻ ക്ലാസ്സിൽ ശരിക്കും കയറുമ്പോ ഒരു 10-25 കുട്ടികൾ, ഒരു 30, കുറഞ്ഞത് ഒരു 30, മാക്സിമം ഒരു 30 പേരൊക്കെ കാണാറുള്ളൂ. പക്ഷെ ഇപ്പൊ നോക്കിയപ്പോ 40 പേരൊക്കെ ഉണ്ട്. അതൊക്കെ ഒരു സന്തോഷമാണ് കേട്ടോ. ഓക്കെ, അത് പ്രോഗ്രാം ആയതിന്റെ പേരിലാണെന്ന് അറിയില്ല. സന്തോഷം. ശരിക്കും കൊടുക്കുന്നത് രശ്മി ചേച്ചിക്കാ. കാരണം ആ വീഡിയോ ഉണ്ടാക്കാനായിട്ട് എല്ലാവരുടെ അടുത്തും ചോദിച്ചു, എല്ലാവരും പറ്റുന്നവരൊക്കെ തന്നു. പക്ഷെ ഒരു 3-4 കോസ്റ്റ്യൂം ഇട്ടിട്ട് തന്നെ രശ്മി ചേച്ചി ഫോട്ടോ എടുത്ത് അയച്ചിട്ടുണ്ട്. എത്ര സ്റ്റേറ്റിന്റെ അടുത്ത് അയച്ചേക്കണേന്നറിയോ. അപ്പം പിന്നെ ഇപ്പം പ്രോഗ്രാം കഴിയാറാവുമ്പോഴേക്കും കുറച്ചും കൂടി ടൈം കൂടുതൽ കിട്ടി. അപ്പം ആളെന്നെ പാട്ടുപാടി ആ ടൈം വരെ എത്തിപ്പിച്ചു. രശ്മി ചേച്ചിയുടെ ഹാർഡ് വർക്ക് പറഞ്ഞിട്ട് പറയാണ്ടിരിക്കാൻ പറ്റില്ല. നന്നായിട്ട് തന്നെ ചേച്ചി കോർഡിനേറ്റ് ചെയ്തു. ഒരു ആങ്കർ പദവി രശ്മിക്ക് കൊടുക്കാലോ നമുക്ക്. നന്നായിട്ട് ആങ്കർ ചെയ്യുന്നതല്ലേ. അപ്പൊ സത്യം പറഞ്ഞ എനിക്ക് സ്റ്റേജ് ഫിയർ ഇല്ല, അതേ ഒരു ക്വാളിറ്റി ഉള്ളു. അതുകൊണ്ട് എന്തും ചെയ്യാം, അങ്ങനെ ഒരു ഇതുണ്ട്. അതുകൊണ്ട് മാത്രം, അല്ലാതെ എനിക്ക് ഇതിനു മുമ്പ് ആങ്കർ ചെയ്തൊരു എക്സ്പീരിയൻസോ ഒന്നുമേ ഇല്ല. സംസാരിക്കാനായാലും ആങ്കർ ചെയ്യാനായാലും എന്ത് കാര്യം ചെയ്യുന്നതിനായാലും രശ്മി മുമ്പോട്ട് വരുന്നുണ്ട് അല്ലെ. നല്ലൊരു ക്യാരക്ടർ ആണ് അല്ലെ. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഓണത്തിന്റെ ഒരു ആങ്കർ എന്ന നിലയിൽ രശ്മിയെ നമുക്ക് തിരഞ്ഞെടുക്കാം അല്ലെ. ക്ലിയർ ആവുന്നില്ല, അതുകൊണ്ടാണ്. എഫേർട്ട് എടുത്തിട്ടുണ്ട് ആള്. പേഴ്സണൽ ആയിട്ടും കുറെ കാര്യങ്ങളുണ്ട്, അതെല്ലാം മാറ്റി വെച്ചിട്ടാണ് ആള് വന്നത്. അതുപോലെ ആതിര കിരൺ ആളാണ് വീഡിയോ എഡിറ്റിംഗ് ചെയ്തത്.
അതെ, നന്നായിരുന്നു. ആതിരയുടെ കാര്യം പഞ്ചാബിന്റെ കോസ്റ്റ്യൂം ചെയ്യാൻ ആരും ഇല്ലായിരുന്നു. അപ്പൊ ഞാൻ ഇങ്ങനെ ആതിരയോട് ചോദിച്ചു, ആതിര നിന്റെ മോളെ ഒരുക്കാന്ന് വെച്ചപ്പോ അവൾക്ക് കോസ്റ്റ്യൂം ഇല്ല. ആതിര അത് സ്റ്റിച്ച് ചെയ്തിട്ടാണ് മോളെ കൊണ്ട് ഫോട്ടോ എടുത്ത് എടിയിപ്പിച്ചത്. പിന്നെ ഇന്നലെ രാത്രിയിലൊക്കെ ഫോട്ടോ എഡിറ്റ് ചെയ്തിട്ട് എനിക്കൊന്ന് പാവത്തിന് വട്ടായിരുന്നു. എന്നാലും ഒരുപാട് എഫേർട്ട് ഇട്ടിട്ടുണ്ട്, അതും പറയാം. രാത്രിയിലാണ് ആള് വീട്ടിലെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് രാത്രിയിലാണ് ഓരോ സ്റ്റേറ്റും കൺഫ്യൂഷൻ വരും, അതൊക്കെ റെഡിയാക്കി ഇന്ന് രാവിലത്തേക്കൊക്കെ ആയിട്ടാണ് ആള് റെഡിയാക്കി തന്നത്. കുറെ എഫേർട്ട് എടുത്തിട്ടുണ്ട് ആതിര. സജ്ജനയും ദിവ്യയും ഒരുമിച്ച പാട്ട് പാടിയില്ലേ? അതെ ഡിവൈസ് ഒറ്റ ഡിവൈസിൽ വെച്ച് അടുത്തടുത്താണ് ഞങ്ങളുടെ വീട്. അതെല്ലോ. ഇനി നന്നായിരുന്ന എല്ലാ പ്രോഗ്രാംസും ഇതുപോലെ നമുക്ക് ഓണത്തിന്റെ സൂപ്പറാക്കണം കേട്ടോ. ഇതിന്റെക്കാട്ടി സൂപ്പറായിട്ട് ചെയ്യാം. തിരുവാതിര അതുപോലെ പാട്ടുകള് എല്ലാം ചെയ്യാം. ഓക്കെ, സന്തോഷായി. ലാസ്റ്റ് നാഷണൽ ആന്തം ഉണ്ട്, ലാസ്റ്റ് പ്രോഗ്രാം വൈൻഡപ്പ് ചെയ്യാൻ വേണ്ടിട്ട്. നാഷണൽ ആന്തം ചെല്ലാൻ വേണ്ടിട്ട് ആതിര, നമുക്ക് എല്ലാവർക്കും കൂടെ ചെല്ലാൻ പറ്റുന്നവർക്ക് ആതിരയെ ക്ഷണിക്കുന്നു. Good afternoon, ma'am. Good afternoon, all friends. जनगणमन अधिनायक जय हे भारत भाग्य विधाता पंजाब सिंध गुजरात मराठा द्राविड़ उत्कल बंगा विंध्य हिमाचल यमुना गंगा उज्जल जलधि तरंगा अब शुभ नामे जागे अब शुभ आशीष मांगे जनगण मंगलदायक जय हे भारत भाग्य विधाता जय 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 ഓക്കെ, അപ്പൊ നമ്മുടെ ഇന്നത്തെ പ്രോഗ്രാം അവസാനിച്ചു അല്ലെ? ഇനി വീണ്ടും ക്ലാസ്സിലേക്കല്ലേ? നെക്സ്റ്റ് വീക്കില് സെമിനാർ എടുക്കാത്തവര് സെമിനാർ എടുക്കണം കേട്ടോ. എന്നാൾ വെച്ചെടുത്താ മതി. നന്നായിരുന്നു പരിപാടി, സൂപ്പറായി, സന്തോഷായി മിസ്സിന്. ഇനിയും ഇതുപോലെ എന്തെങ്കിലും പ്രോഗ്രാം ഉണ്ടെങ്കിൽ എല്ലാവരും ഒരുമിച്ച് എടുക്കാം, കോർഡിനേറ്റ് ചെയ്ത് എല്ലാവരും ഒരുമിച്ച് പ്രവർത്തിക്കാനായിട്ട് നോക്കാം. എന്നാലും നമുക്കൊരു എന്താണ്, എല്ലാവരും ഒരുമിച്ച് നിന്നെങ്കിൽ മാത്രമേ നമുക്ക് എന്തുണ്ടാവുള്ളൂ, സക്സസ് ഉണ്ടാവുള്ളൂ അല്ലെ? എന്തൊരു കാര്യം ചെയ്യുമ്പോഴും അങ്ങനെയല്ലേ? എല്ലാവരും ഒരുമിച്ച് ആരും മാറിപ്പോകരുത്. എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഇവിടെ എന്തോരം പേരായിരുന്നു ഇന്നത്തെ ക്ലാസ്സിൽ അല്ലെ? പാട്ട് പാടിയതും അതുപോലെ തന്നെ ക്വിസ് നല്ല രീതിയിൽ അവതരിപ്പിച്ചവര്, അതുപോലെ കഥകള്, അതുപോലെ വീഡിയോസ് ഒക്കെ സൂപ്പറായിരുന്നു. ഇതുപോലെ മുന്നോട്ട് പോവാം, ഒരുമിച്ച് എല്ലാവരും കൂടി മുന്നോട്ട് ഇതുപോലെ തന്നെ എന്ത് പ്രോഗ്രാം ഉണ്ടെങ്കിലും മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കും. ഓക്കെ, ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. ഇനി നിങ്ങളുടെ മിസ് എന്തെങ്കിലും ഒരു പരിപാടി അവതരിപ്പിക്കും മിസ്? ഒരു സോങ്, ഒരു കുഞ്ഞു സോങ്. പ്രിപ്പയർ ആയിട്ടില്ല, അതുകൊണ്ടാണ്. നമുക്ക് ഓണത്തിന് നമുക്ക് ശരിയാക്കാം, പാട്ട് പാടാം. ഓക്കെ മിസ്. ഓക്കെ, ഇനി നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഇങ്ങനെ പരിപാടി വെച്ചതില് നന്നായിരുന്നോ? ഓ നന്ദി, സൂപ്പർ മാം. ഒരു റിഫ്രഷ് എന്ന് പറയാം, മൈൻഡ് റിഫ്രഷ് എന്ന് പറയാം. മീൻസ് കണ്ടിന്യൂസ് ക്ലാസ്സും അതും ഇതും വർക്കും അതിന്റെ മിഡിലിൽ ഇതൊരു ഞമ്മക്ക് തന്നെ എൻകറേജും ആയി, പിന്നെ ഒരു കുറച്ച് ഫോഴ്സ്ഫുൾ ആയെങ്കിൽ പ്രശ്നമില്ല. ബട്ട് ഒരു ഓപ്പർച്യൂണിറ്റി എന്ന് പറയാം, കിട്ടാത്തവർക്ക് ഓപ്പർച്യൂണിറ്റി എന്ന് പറയാം. താങ്ക് യു മാം. ആക്ച്വലി നിമ്മന്നെ അധികം തേരല് ഞമ്മക്ക് ഓപ്പർച്യൂണിറ്റി. ഒരുപാട് നന്ദി. കോൺഫിഡൻസ് മാമിന് വേണ്ടി ഞാനൊരു പാട്ട് പാടിട്ടേന്ന്. പാട്ട് പാടാനോ? പാടിക്കോളൂ. ദൂരമുയരട്ടെ. സോറി മാം. പോരാ നാളിൽ ദൂരമുയരട്ടെ ഭാരതലക്ഷ്മ ദേവിയുടെ തൃപ്പതാകകൾ.
ആകാശപ്പൊയ്കയിൽ പുതുതാകുമല ഇളക്കട്ടെ, ലോകബന്ധു ഗതിക്കുറ്റമാർഗം കാട്ടട്ടെ. ഏകീഭവിച്ചൊരും മോകിൻ ഏകോദര ജാതർ, നമ്മൾ കൈകഴുകി തുടയ്ക്കുകി കൊടിയെടുക്കാം. നമ്മൾ നൂറ്റാനൂലുകൊണ്ട് നമ്മൾ നെയ്ത വസ്ത്രം കൊണ്ട് നിർമ്മിതമിതായിരിക്കും വരണം. നമ്മൾ നൂറ്റാനൂലുകൊണ്ട് നമ്മൾ നെയ്ത വസ്ത്രം കൊണ്ട് നിർമ്മിതമിതാനിധിക്കോരഞ്ച് വരണം. കൃത്യസ്ഥര നമ്മുടെ ഈ നിത്യ സ്വതന്ത്രത്താലതാ സത്യക്കോടി മാരത്തിന്മേ സംശോഭിക്കട്ടെ. കൃത്യസ്ഥര നമ്മുടെ ഈ നിത്യ സ്വതന്ത്രത്താലതാ സത്യക്കോടി മാരത്തിന്മേ സംശോഭിക്കട്ടെ. കർമ്മസാക്ഷി ഭഗവാന്റെ കർമ്മങ്ങളാം കിരണം തമ്മിലിണക്കുത്തോടെത്തി ചുംബിക്കുമാറായി. പോരാ പോരാ നാളിൽ നാളിൽ ദൂര ദൂരമുയരട്ടെ ഭാരതലക്ഷ്മ ദേവിയുടെ തൃപ്രദർ. താങ്ക് യു മാം. കേട്ടോ. സൈൻ ഔട്ട് ആരാ പറയുന്നേ? സൈൻ ഔട്ട് നേരത്തെ കഴിഞ്ഞു തോന്നുന്നു. കഴിഞ്ഞോ? ഓക്കെ ഓക്കെ. ഓക്കെ ഓക്കെ. കൺക്ലൂഷൻ അല്ലേ? ഓക്കെ, നന്നായിരുന്നു പരിപാടി, സൂപ്പർ ആയിരുന്നു. ഓക്കെ, കൺക്ലൂഷൻ അധികം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ ഓക്കെ, ശരിയാണ്. ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം കേട്ടോ. ഓക്കെ, താങ്ക് യു. താങ്ക് യു മാം. താങ്ക് യു. താങ്ക് യു മാം. താങ്ക് യു മാം. താങ്ക് യു മാം.